ഇപ്പോൾ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത് തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. 20-24 വയസ്സിനിടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ആക്രമണത്തിന് മുന്നിട്ട് ഇറങ്ങിയത്. അവരുടെ AK-47 തോക്കുകളും ഗ്രനേഡുകളും ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആദ്യം വന്ന് തുരുതുര നിറയൊഴിക്കുകയും പിന്നെ ഗ്രനേഡുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു. പലയിടങ്ങളിലും ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് അക്രമികളുടെ ഇപ്പോൾ കാണുന്നത്. വീണ്ടും ഗോപിയിലേക്ക്. ഗോപി, മുംബൈയുടെ തീവ്രവാദി ആക്രമണ ചരിത്രം അത് എങ്ങനെയാണ്? ആഭ്യന്തരമായി വളരെ കരുത്തുള്ള ഒരു പ്രദേശമാണ്. ആഭ്യന്തരമായി വളരെ കരുത്തുള്ള ഒരു ജനതയാണ് മുംബൈ നിവാസികൾ. ഏതൊരു ആക്രമണം ഉണ്ടായാലും 5 മണിക്കൂറിനുള്ളിൽ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ള നഗരം എന്ന് ലോകം വിലയിരുത്തിയ നഗരങ്ങളിലൊന്ന്. 5 മണിക്കൂറിനുള്ളിൽ ജനജീവിതം സാധാരണ രീതിയിൽ ഉയരുന്ന നഗരം എന്ന് ലോകം വിലയിരുത്തിയ നഗരമാണ് മുംബൈ. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. 8 മണിക്കൂറിന് ശേഷവും പരിഭ്രാന്തരായി ഞെട്ടിവിറച്ചിരിക്കുന്ന മുംബൈ നിവാസികളെയാണ് നമ്മൾ കാണുന്നത്. അധോലോക അക്രമവും തീവ്രവാദി അക്രമവും കൊണ്ട് ഒരു കാലത്ത് കലുഷിതമാവുന്ന മുംബൈ പിന്നീട് ഇന്ത്യയുടെ വ്യാപാര തലസ്ഥാനമായി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയപ്പോൾ അതിന് കൃത്യമായ അച്ചടക്കത്തിന്റെയും കൃത്യമായ വളർച്ചയുടെയും പാതകളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2006 ശേഷമുള്ള അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ മുംബൈയിലെ സ്ഥിതി പരിതാപകരമാണ്. മുംബൈയിൽ ഏത് നിമിഷവും എവിടെയും എന്തും സംഭവിക്കാം, ഏത് നിമിഷവും എവിടെയും ആരും കൊല്ലപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മുംബൈയിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നു. മുംബൈയിൽ നടക്കിയ 2006 ലോക്കൽ ട്രെയിൻ സ്ഫോടനത്തിന്റെ 2ാം വർഷം കഴിഞ്ഞിട്ട് 4 മാസം പിന്നിടും മുമ്പാണ് നഗരമധ്യത്തിൽ വീണ്ടും വെടിവെപ്പും മരണവും ഉണ്ടായത്. ട്രെയിൻ സ്ഫോടനത്തിൽ അന്ന് 200ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിന്റെ അന്വേഷണത്തെക്കുറിച്ചോ കൃത്യമായ ശിക്ഷാ നടപടികളെക്കുറിച്ചോ ഇപ്പോഴും അവ്യക്തമാണ്. അതിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു. അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നുവെങ്കിലും അക്രമങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു. 93 സ്ഫോടന പരമ്പരകളുടെ ഭീകരവാദത്തിന്റെ ക്രൂരമുഖം സാമ്പത്തിക തലസ്ഥാനം തിരിച്ചറിഞ്ഞ ശേഷം അശാന്തിയുടെ നാളുകളിലൂടെയായിരുന്നു സാമ്പത്തിക തലസ്ഥാനം കടന്നുപോയിരുന്നത്. 257 പേരാണ് 93 സ്ഫോടനത്തിൽ മരിച്ചത്. 257 പേർ മരിച്ചു. അന്ന് അംഗഭംഗം സംഭവിച്ചതും ജീവച്ഛവമായി ഇന്നും ജീവിച്ചിരിക്കുന്നവരും നിരവധിയാണ്. 27 കോടിയുടെ നാശനഷ്ടമാണ് അന്ന് സംഭവിച്ചത്. 27 കോടിയുടെ സാമ്പത്തിക നാശനഷ്ടത്തിനപ്പുറത്ത് ലോകത്തിന് മുമ്പിൽ ബോംബെ നൽകുന്ന ആ ഒരു ആക്രമണം നൽകുന്ന പ്രതിച്ഛായയും അതുവഴി ഇന്ത്യയിലേക്ക് വരേണ്ട നിക്ഷേപ സാധ്യതകളുടെ നഷ്ടവും മറ്റൊരു ഭാഗത്ത്. എന്നിരുന്നാൽ തന്നെയും 257 പേരുടെ ജീവനും 27 കോടി രൂപയും 93 സ്ഫോടനത്തിന്റെ നഷ്ടങ്ങളായിരുന്നു. 93 മുംബൈ കലാപവും തുറന്നുണ്ടായ മുറിവുകളും ഇപ്പോഴും ബോംബെയിൽ ഉണങ്ങിയിട്ടില്ല. അതിന്റെ മുറിപ്പാടുകൾ ഇപ്പോഴും ബോംബെയെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 98 ഫെബ്രുവരി 27 വിരാറിലുണ്ടായ സ്ഫോടനത്തിൽ 9 മരണമുണ്ടായി. 2002 ഡിസംബർ 6 മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 25 പേർക്ക് പരിക്കുപറ്റു. തുടർന്ന് 2006 ശേഷം മുംബൈ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുമായിരുന്നു തീവ്രവാദികളുടെ. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ഗുവാഹത്തി സ്ഫോടനം നമ്മളെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചിരുന്നു. തീവ്രവാദികൾ കുറച്ചുകൂടി റിമോട്ട് ആയിട്ടുള്ള രാജ്യത്തിന്റെ ഏരിയയിലേക്ക് കടക്കുകയാണോ, അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണോ എന്നുള്ള രീതിയിൽ ഗുവാഹത്തി സ്ഫോടനം നടന്നപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിനു മുമ്പ് എന്നും തീവ്രവാദികളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്ന മുംബൈ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ഏറ്റവും ശക്തമായി തന്നെ ഡക്കാൻ മുജാഹിദീൻ എന്നൊരു സംഘടന, അതും ഇതുവരെ ഇന്റലിജൻസിന് അടുത്ത കൃത്യമായ റിപ്പോർട്ടുകൾ ഇല്ലാത്ത ഒരു സംഘടന, ഇതുവരെ ഇന്റലിജൻസിനടുത്ത് കൃത്യമായ വിവരങ്ങളില്ലാത്തൊരു സംഘടന. ആ സംഘടനയ്ക്ക് മുംബൈ നഗരത്തെ ഒരു രാത്രി മുഴുവൻ, രാജ്യത്തെ ഒരു രാത്രി മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നടുക്കി നിർത്താൻ കഴിയുന്നുവെങ്കിൽ എത്രമാത്രം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് ആ സംഘടന എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. മാത്രമല്ല ഇത്രയും അത്യാധുനികമായ തോക്കുകളും സങ്കേതങ്ങളും ഗ്രനേഡുകളും മുംബൈ നഗരത്തിലേക്ക് വന്നു ചേർന്നിട്ടും അതിപ്പോഴും മനസ്സിലായില്ല, അതിപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പാളിച്ചയാണ്. മാത്രമല്ല ഡൽഹി സ്ഫോടനത്തിന് ശേഷം, ബട്ട്ല ഹൌസിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടന, ഇന്ത്യയുടെ തീവ്രവാദ വേരുകൾ, ഇന്ത്യയുടെ തീവ്രവാദ ബുദ്ധി കേന്ദ്രങ്ങൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ ചിന്നിച്ചിതറിയിരിക്കുന്നു തുടങ്ങിയ ഇന്റലിജൻസിന്റെ നിരീക്ഷണം പാടെ തള്ളിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ തീവ്രവാദ സംഘടനകൾ ഇപ്പോഴും ചിന്നിച്ചിതറിയിട്ടില്ല. അവരുടെ കമാൻഡർ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു. അവ ഏത് നിമിഷവും ഇന്ത്യയെ ഏത് നഗരത്തെയും വിറപ്പിക്കാൻ തക്ക ശക്തിയുള്ളതാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ മുംബൈയിലെ അക്രമ പരമ്പര ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ അക്രമ പരമ്പര നമുക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജ്, മരിക്കാൻ തയ്യാറായി ഒരു 30 പേർ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. തീർച്ചയായും ഗോപി, മുംബൈയുടെ ഇന്നലത്തെ രാത്രി വെളിപ്പെടുത്തുന്നത് ഗോപി പറഞ്ഞ ഇത് തന്നെയാണ്. സുരക്ഷിതം അല്ലാത്ത ഒരു അവസ്ഥ മുംബൈയിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മുംബൈയിൽ 10 ഇടങ്ങളിലാണ് തീവ്രവാദി ആക്രമണം ഉണ്ടായത്. ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 86 പേർ കൊല്ലപ്പെട്ടു, 350-ലേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഡക്കാൻ മുജാഹിദീൻ എന്ന സംഘടനയാണ്. ദക്ഷിണ മുജാഹിദീൻ എന്നാണ് ഇത് എന്ന സംഘടനയാണ് ഇത്. മാത്രമല്ല ഇവർ കടൽ മാർഗമാണ് ഇന്ത്യയിൽ എത്തിയത് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്.
മുംബൈ തീവ്രവാദി ആക്രമണം